കേരളത്തിലെമ്പാടും കേരള സ്റ്റോറി കാണിക്കുമെന്ന് പറഞ്ഞ് ആൾക്കാർ അവിടെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഒരേ ഒരു കേരള സ്റ്റോറി മാത്രം കാണിച്ച ആൾക്കാർക്ക് ബോറടിക്കില്ലേടോ. ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, ഒരു 19 കേരള സ്റ്റോറിക്കുള്ള വക ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അഭയ കൊലക്കേസിൻ്റെ കാര്യങ്ങളടക്കം അതിങ്ങനെ 1, 2, 3 നമ്പർ ഇട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എഴുതി വെച്ചു. എന്നിട്ട് നല്ല മിടുക്കന്മാരായിട്ടുള്ള സിനിമ എഴുത്തുകാരൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നാടക എഴുത്തുകാർ, അല്ലെങ്കിൽ സാഹിത്യകാരന്മാർക്ക് കൊടുത്ത് അതൊക്കെ തിരക്കഥയാക്കിയിട്ട് 100 100 കേരള സ്റ്റോറി ഉണ്ടാക്കുക, എന്നിട്ട് കാണിക്കുക. ഇതിലേക്ക് ഒറ്റ പേരിട്ട് വിളിക്കാൻ പറ്റുള്ളൂ: സ്വയം കൃതാനർത്ഥം ചെയ്യുന്ന കർമ്മങ്ങൾ, സ്വയം കൃതമായിട്ടുള്ള അനർത്ഥങ്ങൾ. അതൊക്കെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മലർന്ന് കിടന്നിട്ട് നിങ്ങൾ തുപ്പിക്കൊണ്ടിരിക്കുക. തുപ്പിക്കോ, എത്ര വേണമെങ്കിൽ തുപ്പിക്കോ. മറ്റുള്ളവർക്ക് എന്ത് ഛേദം, മറ്റുള്ളവർക്ക് എന്ത് നഷ്ടപ്പെടാൻ? നമസ്കാരം. കേരള സ്റ്റോറി കിടന്നിവിടെ തത്തിക്കളിക്കുകയാണല്ലോ. ഒരു വെല്ലുവിളി അത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഞങ്ങൾ ഇനിയും 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 ഞങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് മുഴുവൻ കേരള സ്റ്റോറി കാണിക്കും. എല്ലായിടത്തും മെഴുകും ഞങ്ങളും. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല, അവരെ തന്നെ വിസർജനം. എല്ലായിടത്തും മെഴുകും ഞങ്ങൾ. ആ വൃത്തികേടുകളിൽ കിടന്ന് നിങ്ങൾ ഉരുളും ഞങ്ങൾ. ആയിക്കോട്ടെ, ആരാണിത് ചോദിക്കാൻ എന്നൊരു വെല്ലുവിളി ഉണ്ടായിരുന്നു. ആരും ചോദിക്കില്ല, ഒരാളും ചോദിക്കില്ല. നിങ്ങൾ 100 സ്ഥലങ്ങളിൽ, 1000 സ്ഥലങ്ങളിൽ നിങ്ങളുടെ വിഡ്ഢിത്തങ്ങൾ, നിങ്ങളുടെ അല്പത്തരങ്ങൾ, നിങ്ങളുടെ തുച്ഛത്തങ്ങൾ നിങ്ങൾ വിളമ്പുന്നതിന് ഞങ്ങൾക്കെന്താ ഛേദം? നാണം കെടണം എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ എളുപ്പമാണ് വഴി. ആ റോട്ടിൽ കൂടെ ഇറങ്ങി ഓടിയാൽ മതി. വസ്ത്രമൊന്നും ഉണ്ടാവില്ലാന്ന് മാത്രം. നാട്ടുകാരെ പിടിച്ചോളും, നാണം കെടുത്തിക്കോളും, നല്ല അടിയും കിട്ടും. മാത്രമല്ല, ആ നാണക്കേടിൻ്റെ മേലെ ആൾക്കാർ പറയും, ഇയാളിട്ടല്ലോ, ഇയാളിപ്പോൾ ഈ കാണിച്ചത് നിസ്സാര കാര്യമാണോ, ഇതിലപ്പുറമുള്ള കാര്യങ്ങൾ ഇയാൾ കാണിച്ചിട്ടുണ്ടോ. എല്ലാ ചരിത്രവും പുറത്തേക്ക് വരും. അവിടെയാണ് ഇവർക്കൊരു പുനർവിചാരം ഉണ്ടാകുക. അയ്യോ വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ അപ്പോഴാണ് ഉണ്ടാകുക. ക്രിസ്ത്യൻ പെൺകുട്ടികളെ മുസ്ലിങ്ങൾ പിടിച്ചുകൊണ്ടുപോകുന്നു. ഇതും പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവർ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അത് മുസ്ലിം പെൺകുട്ടികളുടെ മേലെ കല്ലെറിയുന്നതിന് തുല്യമാണ്, അത് വേറെ കാര്യം. അവരെ നാണം കെടുത്തുന്നതിന് തുല്യമാണ്, അത് വേറെ കാര്യം. അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, അത് വേറെ കാര്യം. ഈ ഒരു സന്ദർഭത്തിൽ മറ്റു പല കാര്യങ്ങളും ചർച്ചയ്ക്ക് വിഷയമാക്കിയെടുക്കുകയാണ് മറ്റു പലരും. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ 33,000 പെൺകുട്ടികളെ പിടിച്ചു കൊണ്ടുപോയി എന്നുള്ളതിന് തെളിവുണ്ടോടെ? ഇല്ല. അതിൻ്റെ പേരിൽ പോലീസ് കേസുണ്ടോടെ? ഇല്ല. പിന്നെ പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താ? ഊഹം. അതാണ് ഏറ്റവും വലിയ ക്രൈം. ഒരാളുടെ മേലെ ഒരു അപരാധം ചെലുത്തുക ഊഹത്തിൻ്റെ പേരിൽ. തല്ലുകൊള്ളാഞ്ഞിട്ടുള്ള അസുഖമാണത്. പക്ഷെ ഊഹമല്ലാത്ത ചില സത്യങ്ങൾ നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. വിപുലമായിട്ടല്ല. ഈ പറയുന്ന ആളുകൾ ഞങ്ങൾ 1000 സ്ഥലത്ത് കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുമെന്ന് പറയുന്ന ആളുകളോട് ചില ചോദ്യങ്ങൾ. 1987 സ്വന്തം മഠത്തിലെ വാട്ടർ ടാങ്കിൽ ഒരു കന്യാസ്ത്രീയെ മരിച്ചതായിട്ട് കണ്ടെത്തി. സിസ്റ്റർ ലിൻഡ.
അതുമൊരു കഥയാണ്. അതിനെ ഒരു കഥയാക്കി മാറ്റാവുന്നതാണ്. നല്ല രഞ്ജി പണിക്കരോ അവരെടുത്തുകൊണ്ട് ഈ ത്രെഡ് കൊടുത്തു കഴിഞ്ഞാൽ ആഹാ കൊള്ളാലോ, അവരതിനെ വീർപ്പിച്ച് ബലൂൺ ഇത്രയ്ക്കല്ലേ ഉണ്ടാവുള്ളൂ, വീർപ്പിക്കുന്ന പോലെ വീർപ്പിച്ച് വലിയൊരു കഥയാക്കി മാറ്റും. അപ്പം അതും ഒരു കേരള സ്റ്റോറി ആയിട്ട് മാറുമെന്ന് സാരം. സിസ്റ്റർ ലിൻഡയുടെ കാര്യം 3 വർഷത്തിന് ശേഷം 1990 കൊല്ലം തില്ലേരിയിൽ അവിടെ കൊല്ലപ്പെട്ട സിസ്റ്റർ മഗ്ദലന, അതിൻ്റെ പിന്നാമ്പുറ കഥകളെല്ലാം ഏച്ചു കെട്ടി ഒരു സിനിമാ സംവിധായകനോ അല്ലെങ്കിൽ ഒരു നാടക രചയിതാവ് അവരെ കൊടുത്തു കഴിഞ്ഞാൽ അവരതിനെ വേറൊരു കേരള സ്റ്റോറിയാക്കി മാറ്റും. അപ്പം കേരള സ്റ്റോറി ക്രിസ്ത്യൻ പെൺകുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി മുസ്ലിങ്ങൾ പിടിച്ചുകൊണ്ടുപോയി എന്നതിന് മാത്രം ഒതുങ്ങുന്നില്ല കേട്ടോ. ക്രിസ്ത്യൻ പെൺകുട്ടികളെ ക്രിസ്ത്യാനികൾ തന്നെ അപകടത്തിൽപ്പെടുത്തിയ കഥകൾ വേണ്ടത്രയുണ്ട്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ പ്രശസ്തമാണ്. 1992 പയസ് 10th കോൺവെന്റിൽ അവിടുത്തെ കിണറ്റിൽ തലയ്ക്ക് അടിയേറ്റിട്ട് കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സിസ്റ്റർ അഭയ കേസിനെ അറിയാത്ത ആൾക്കാർ ആരുമില്ലല്ലോ. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ തലമുറയിലുള്ള സകല ആൾക്കാരും അത് അറിഞ്ഞിട്ടുള്ളതാണ്. അത് പിന്നെ കഥയായിട്ടുണ്ട്, പല രൂപത്തിലും പല ഭാഗത്തിലും കഥയായിട്ടുണ്ട്. പല നാടകക്കാരും അതിനെ വളച്ചൊടിച്ച് അവരുടെ രീതിയിൽ കഥയാക്കിയിട്ടുണ്ട്. പലരും പല കഥകളുടെ ഇടയിൽ ഈ കാര്യം എടുത്തിട്ടിട്ടുണ്ട്. കേരള സ്റ്റോറി ചമയ്ക്കുന്നവരെ, ഊഹങ്ങൾ മാത്രം വെച്ച് കേരള സ്റ്റോറി ചമയ്ക്കുന്നവരെ നിങ്ങൾ അറിയുക, ഇങ്ങനെയും കുറെ കഥകളുണ്ട്. അതെല്ലാം മറ്റുള്ളവർ അതെല്ലാം മൂടിപ്പോയിരിക്കുകയാണ്. പക്ഷെ പോയിട്ടുണ്ടെങ്കിൽ പോലും അണഞ്ഞു പോയിട്ടുള്ള നെരിപ്പോടായിട്ട് കിടക്കുകയാണ്. എന്തിനാണ് നിങ്ങൾ അതിനെ ഊതിക്കത്തിക്കുന്നത്? ഇപ്പൊ നിങ്ങളൊരു വെല്ലുവിളി നടത്തിയിരിക്കുകയാണ്. ആരാണ്ടാ പാറായി ഞങ്ങളോട് ചോദിക്കാൻ എന്ന അർത്ഥത്തിൽ നിങ്ങളൊരു വെല്ലുവിളി നടത്തിയിരിക്കുകയാണ്. കാസക്കാരൊരു വെല്ലുവിളി നടത്തിയിരിക്കുകയാണ്. കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ പ്രദർശിപ്പിച്ചതിന്റെ പേരിൽ ഞങ്ങളുടെ പിതാക്കന്മാർക്കും വൈദികർക്കുമെതിരെ കുരയ്ക്കുന്ന എല്ലാവരോടുമായി പറയുകയാണ്, കേരളത്തിലുടനീളം കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഞങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കും. ഏതൊക്കെ പള്ളികളിൽ അവിടുത്തെ വിശ്വാസികളോ അവിടുത്തെ യുവജന സംഘടനകളോ അതിനുള്ള അവസരവും സൗകര്യവും ഒരുക്കി തന്നാൽ പ്രൊജക്ടറും മിനി സ്ക്രീനും ഉപയോഗിച്ച് സൗജന്യമായി ഞങ്ങൾ പ്രദർശനം നടത്തും. തടയാമെങ്കിൽ തടയും. നിന്റെയൊക്കെ ഇത്തരം കപട മതേതരത്വം ഞങ്ങൾക്ക് ആവശ്യമില്ല. കക്കുകളി എന്ന് പറയുന്ന നാടകം ഞങ്ങളുടെ പിതാക്കന്മാരുടെയും കന്യാസ്ത്രീകളുടെയും വൈദികരുടെയും മാനത്തിന്റെ വില പറയുന്നതായിരുന്നു. അത് കേരളത്തിലെ പല വേദികളിലും പ്രദർശിപ്പിച്ചപ്പോൾ എവിടെ പോയിരുന്നു നിന്റെയൊക്കെ മതസൗഹാർദ്ദവും മതേതരത്വവും? നോക്കൂ, നിങ്ങളിത് എവിടെ വേണേ പ്രദർശിപ്പിച്ചോളൂ, എത്ര വേണമെങ്കിൽ പ്രദർശിപ്പിച്ചോളൂ. മലർന്ന് കിടന്ന് മാറത്ത് തൊപ്പുകയാണെന്ന് അറിയുന്ന സമയം വരെ അതുവരെ നിങ്ങളിത് പ്രദർശിപ്പിക്കുള്ളൂ. ഇത് മറ്റുള്ളവരെ ഏൽക്കുന്ന കാര്യമല്ല. നിങ്ങളുടെ പെൺകുട്ടികളെ കുറിച്ച് നിങ്ങൾ അപഖ്യാതി പറയുകയാണ്, നിങ്ങൾ അറിയാതെ തന്നെ. അത് നിങ്ങൾക്ക് പറ്റിയ മണ്ടത്തരം. 1993 കൊട്ടിയത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ സിസ്റ്റർ മേഴ്സി, അതും കേരള സ്റ്റോറിയിൽപ്പെട്ട കാര്യങ്ങളാണ്. ഇതൊക്കെ കേരളത്തിൽ നടന്ന കാര്യങ്ങളാണല്ലോ. 1994 പുൽപ്പള്ളി മരക്കാവ് കോൺവെന്റിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സിസ്റ്റർ ആനീസ്. ഈ കാസക്കാരുടെ വെല്ലുവിളി
കേരള സ്റ്റോറി അങ്ങുമിങ്ങും പ്രദർശിപ്പിക്കാനുള്ളവരുടെ ത്വര ഇത്രയായപ്പോഴാണ് മൂടിപ്പോയ ചാരം അത് മാന്തിപ്പൊത്തിച്ച് ഊതി 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 അതിനെ ആളിക്കത്തിക്കുന്നത് മറ്റുള്ളവർ. അങ്ങനെയാണ് ഈ സാധനം എനിക്ക് കിട്ടിയത്. ഇതെൻ്റെ സ്മൃതി മണ്ഡപത്തിൽ കിടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. അപ്പം ശരിക്കും പറയുന്നത് വെച്ചാൽ സ്വയം കൃതാനർത്ഥം. ഇപ്പം ഇവർ ചെയ്യുന്നത് കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച് എന്താ ഉണ്ടായത്? ഞാൻ അവനിട്ട് എനിക്ക് 2 അടി കൊടുത്തു എന്നപോലെ ആയില്ലേ. ഇടത് കൈ കൊണ്ട് വലത് ചെവിടുത്തടിക്കുക, അല്ലെങ്കിൽ വലത് കൈ കൊണ്ട് ഇടത്ത ചെവിടുത്തടിക്കുക. ഇതല്ലേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1998 കോഴിക്കോട് കല്ലുരുട്ടി കോൺവെന്റിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സിസ്റ്റർ ജ്യോതിസ്. അതെന്താ കഥ? അന്വേഷിച്ചാൽ അറിയാം. ഇത്തരം കഥകൾ പുറത്തു വരില്ലല്ലോ. കിണറ്റിൽ വെച്ചിട്ടാണല്ലോ സംഭവിക്കുന്നത്. കിണറാണ് മൂടിയ കാര്യം കഴിഞ്ഞില്ലേ. ഇത്തരം കഥകളൊക്കെ സുവർണമയമായ പാത്രം കൊണ്ട് സത്യസ്യാ പീതം മുഖം ഇത്തരം കഥകളൊക്കെ മൂടി വെച്ചിരിക്കുകയാണ്. സാമ്പത്തിക ശേഷിയുള്ളവര്, രാഷ്ട്രീയ പിൻബലമുള്ളവര് അതൊക്കെ അപ്പം തന്നെ മൂടി വയ്ക്കുന്നു. 2000 ഇന്നേക്ക് 25 വർഷങ്ങൾക്ക് മുൻപ് പാലാ സ്നേഹഗിരി മഠത്തിൽ കൊല്ലപ്പെട്ട സിസ്റ്റർ പോൾസി ഓർമ്മയുണ്ടോ? 2005 പാവറട്ടി സാൻ ജോ പാരിഷ് ഹോസ്പിറ്റലിൽ നഴ്സിംഗ് പഠിക്കാൻ പോയ അവിടുത്തെ കന്യാസ്ത്രീകൾ നഴ്സിംഗ് പഠിക്കാൻ പോയതൊരു കുട്ടി. അവിടുത്തെ കന്യാസ്ത്രീകൾ അവിടെയുള്ള വൈദികന്മാർക്ക് കാഴ്ചവെച്ചു. അവസാനം ആ കുട്ടി ശക്തമായിട്ട് പ്രതികരിച്ചു. അവസാനം വീട്ടിലേക്ക് തിരിച്ചെത്തി. നടന്നിട്ടല്ല കേട്ടോ, എല്ലാവരും തൂക്കി പിടിച്ച് കൊണ്ടുവന്നു. ഇതാ പിടിച്ചോന്നും പറഞ്ഞ് ഒരു പെട്ടിയിലിട്ട് അവിടെ കൊണ്ടു കൊടുത്തു. സാമോൾ എന്ന് പറഞ്ഞ കുട്ടി. അവരുടെ അമ്മ വലിയ രൂപത്തിലിരുന്ന് കരയുന്ന ചിത്രങ്ങളൊക്കെ ഞാൻ കണ്ടതാണ് ഒരു ഇൻ്റർവ്യൂവിൽ. ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. 2006 റാന്നിയിലെ മഠത്തിൽ കൊല്ലപ്പെട്ട സിസ്റ്റർ ആൻസി വർഗീസ്. അതെന്താ കഥ? അതെന്തോ ആകട്ടെ, അതും ഒരു കഥയാണല്ലോ, കേരള സ്റ്റോറിയാണല്ലോ. കോട്ടയം വാകത്താനത്ത് കൊല്ലപ്പെട്ട സിസ്റ്റർ ലിസ. 2008 കൊല്ലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ സിസ്റ്റർ അനുപ മരിയ. ഇതൊക്കെ നമ്മൾ അറിഞ്ഞ കഥകളാണ്, കേസായ കഥകളാണ്, പരസ്യമായ കഥകളാണ്. രഹസ്യമായിട്ട് എന്തൊക്കെയുണ്ട് അവിടെ നിന്ന് ആർക്കറിയുക? ഏത് കിണറൊക്കെയാണ് മൂടപ്പെട്ട് പോയത് എന്ന് ആർക്കും അറിയില്ലല്ലോ. 2011 തിരുവനന്തപുരം പൂങ്കുളത്തെ കോൺവെന്റിലെ ജലസംഭരണിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സിസ്റ്റർ മേരി ആൻസി. സെപ്റ്റംബർ 2015 പാലായിലെ ലിസ്യു കോൺവെന്റിലെ തലയ്ക്ക് അടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സിസ്റ്റർ അമല. ഏതായാലും ഈ മരിച്ചവരൊന്നും ഇറങ്ങി വരാൻ പോകുന്നില്ല. ഒരിക്കൽ ഒരു പോലീസ് ഇൻസ്പെക്ടർ റിട്ടയർഡായി. അദ്ദേഹം കേസ് അന്വേഷിച്ചു, പക്ഷെ കേസൊക്കെ അട്ടിമറിച്ചു, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. അവസാനം ആ ഒരു ധാർമ്മിക രോഷം വെച്ചൊരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത്, ഈ കേസ് തെളിയിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. അഭയ കേസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അഭയ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം, എന്നിട്ട് പറയണം എന്നതാ ഉണ്ടായത്. വേറൊരു മാർഗവുമില്ല, അങ്ങനെ ആക്കി കളഞ്ഞു എന്നർത്ഥം. ഇതുപോലെ ഈ പറഞ്ഞ സിസ്റ്റർമാരുടെയൊക്കെ മരണത്തിൻ്റെ പുറകിലൊക്കെ ഉണ്ടായിരിക്കും ശരിയല്ലായ്മകളുടെ ഒരുപാട് കഥകൾ. പക്ഷെ അതൊക്കെ അവിടെ മൂടിപ്പോവുകയാണ്. മുമ്പ് പറഞ്ഞ പോലെ പണത്തിൻ്റെ ബലം, രാഷ്ട്രീയ ബലം, ഇതെല്ലാം വെച്ചുകൊണ്ട്.
2015 ഡിസംബറിൽ വാഗമൺ ഉളുപ്പുണി കോൺവെന്റിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സിസ്റ്റർ ലിസ മരിയ. 2018 കൊല്ലം പത്തനാപുരത്തെ മൗണ്ട് താബൂർ കോൺവെന്റിലെ കിണറ്റിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സിസ്റ്റർ സൂസൻ മാത്യു. 2020 തിരുവല്ല പാലിയേക്കര ബസേലിയൻ സിസ്റ്റേഴ്സ് മഠത്തിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സിസ്റ്റർ ദിവ്യ. 2021 കുരീപ്പുഴ സെന്റ് ജോസഫ് കോൺവെന്റിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മേബിൾ ജോസഫ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ക്രിസംഖികളോടും സംഖ്യകളോടും കാസക്കൂസന്മാരോടും പറയുകയാണ്, ഒരേ സിനിമ 1000 സ്ഥലങ്ങളിൽ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ ആളെ കിട്ടാണ്ട് വരും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? വെറൈറ്റി ഓഫ് സിനിമ എടുക്കണം. പാട് ജീവിതം സിനിമ വന്നു, കണ്ടു, ആഹാ, നമ്മളെല്ലാവരും കൈയടിച്ചു. ഇനി വേറൊരു സിനിമ വരാൻ പോണു. ഇത് നജീബിന്റെ കഥയാണെങ്കിൽ വേറൊരു സുധാകരന്റെ കഥ. സുധാകരൻ അങ്ങനെ സൗദി അറേബ്യയിലേക്ക് പോണു, അവിടെ ഒരു അറബാബ് പിടിച്ചു കൊണ്ടുപോണു, അവരെ കഷ്ടപ്പെടുന്നു, എന്നിട്ട് രക്ഷപ്പെടുന്നു, വീണ്ടും അതുപോലത്തെ സിനിമ എടുത്ത ആൾക്കാർ കാണാൻ പോകും. ഇതൊക്കെ കണ്ടിട്ടുള്ളതാണെന്ന് പറയും. അപ്പോൾ ഒരു വെറൈറ്റി വേണ്ടേടോ. ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ സിസ്റ്റർമാരുടെ കാര്യങ്ങളൊക്കെ വെച്ച് ഓരോ സിനിമ പിടിക്കേ. ഇത് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എടുക്കുകയാണെങ്കിൽ ഒരു 10-40 മണിക്കൂർ സിനിമ നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പം ശരിക്കും പറയാൻ വെച്ചാൽ ഒരു 10-20 സിനിമയ്ക്കുള്ള സ്കോപ്പ് ഉണ്ട് എന്നർത്ഥം. അത് ഈ രഞ്ജി പണിക്കരെ പോലുള്ള തലതിരിഞ്ഞ ആൾക്കാരെ കൊടുത്ത് അത് 100 സിനിമ ഉണ്ടാക്കും. അവരെ ഒടിച്ച് വളച്ച് പിരിച്ച് തിരിച്ച് അവരങ്ങനെയുള്ള മിടുക്കന്മാരാ അതൊക്കെ ഉണ്ടാക്കും അവർ. അതിന് നാടകക്കാർ അഡ്വക്കേറ്റ് മണിലാലോ അവരൊക്കെ ഇപ്പോൾ എഴുതുന്നുള്ളൂ എനിക്കറിയില്ല. അങ്ങനെയുള്ള ആൾക്കാരെ കൊടുത്തു കഴിഞ്ഞാൽ അവരതിന് പുതിയ വ്യാഖ്യാനങ്ങൾ കണ്ടെത്തും. എന്തായാലും നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, അടച്ചു വെക്കുന്ന കാര്യങ്ങൾ അടച്ചു വെക്കണം. കൃഷ്ണൻ നായർ, സാഹിത്യമാരവനം കൃഷ്ണൻ നായർ പറഞ്ഞു, എനിക്ക് ഏറ്റവും സ്ത്രീകളോട് വെറുപ്പ് തോന്നാറുള്ളത് ഈ കോട്ടുവായിടുന്ന സമയത്ത് എന്ന് പറഞ്ഞ് കോട്ടുവായിടുമ്പോൾ മുഖം പൊത്താത്ത, വായ പൊത്താത്ത സ്ത്രീകൾ, വായ ഇങ്ങനെ തുറന്നു കാണിക്കുക. ഇതുപോലെ തൻ്റെ പോരായ്മകൾ ആരെങ്കിലും ആലോചിച്ച് നോക്കുക. തൻ്റെ പോരായ്മകൾ ആരെങ്കിലും മറ്റുള്ളവരോട് ഇങ്ങനെ പറഞ്ഞു നടക്കൂ? എനിക്ക് മൂലക്കുരുവിൻ്റെ അസുഖമുണ്ട് താനും പറഞ്ഞു നടക്കുമോ? നമ്മളെ പോരായ്മകൾ മറച്ചു വെക്കുന്നതിന് പകരം ഞങ്ങളുടെ പെൺകുട്ടികൾ മുഴുവൻ അശ്രീകരങ്ങളാണ്, ഒരു ചെറിയൊരു ചൂളം വിളി കേട്ടാൽ ഇറങ്ങിപ്പോകുന്നവരാണ്, അങ്ങനെ 33,000 പേര് ഇറങ്ങി പോയിട്ടുണ്ട്, മുസ്ലിം പിള്ളേരാണ് കൊണ്ടുപോയത്, എന്തിനാ അവരെ മെക്കെട്ട് തള്ളുന്നത്? ഈ പറഞ്ഞത് മുഴുവൻ ക്രിസ്ത്യൻ കോൺവെന്റിൽ നടന്നിട്ടുള്ള കഥകളാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാരാ നടത്തിയത്? അതിനകത്തുള്ള ആൾക്കാർ തന്നെയാണ് നടത്തിയത്. പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് അവിടെ പ്രവേശനമില്ലല്ലോ. അപ്പം അതിനകം പലപ്പോഴും നമ്മൾ വിചാരിച്ച പോലെ സ്വർഗീയ സമ്പൂർണതയുള്ള സ്ഥലമൊന്നും ആവില്ല. തമ്മിലടിയും വഴക്കും വയ്യാവേലിയും അസൂയ പൗശന്യം പോര് കുശുമ്പ് കൊലപാതകം ഒക്കെ അതിനകത്തുണ്ട്. അതൊക്കെയും കഥകളാക്കാം. പിന്നെ മറിയക്കുട്ടി കൊലക്കേസുണ്ട്, മാടത്തരുവി കൊലക്കേസ്, മൈനത്തരുവി, ഒരു ഗ്രാമത്തിൽ നടന്ന കാര്യങ്ങൾ. ഒരു അച്ഛനാണ്, കേസൊക്കെ വിട്ടുപോയി, പക്ഷെ എല്ലാവർക്കും അറിയാം കേസ് എന്താണെന്ന്. അവിടെ നിന്ന് തുടങ്ങി പിന്നെ പറഞ്ഞ് മടുത്ത് എൻ്റെ നാവിന് അരുചി വരാൻ തുടങ്ങി. ഫ്രാങ്കോവിൻ്റെ കാര്യവും റോബിൻ്റെ കാര്യവും കോട്ടൂരാൻ്റെ കാര്യവും പൂതിർക്കയുടെ കാര്യവും ഇതൊക്കെയും പറഞ്ഞ് അപ്പം ആവശ്യമില്ലാതെ അവനവൻ്റെ പോരായ്മകളെ മറ്റുള്ളവരുടെ മുമ്പിൽ എക്സ്പോസ്ഡ് ആക്കാതിരിക്കുക. ഒരു മതം എന്നുള്ള നിലയ്ക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ അൺഫോൾഡ് ചെയ്ത് കാണിക്കേണ്ടത് മതത്തിനകത്തുള്ള അവരുടെ നിദർശനങ്ങളാണ്,
അവരുടെ ആദേശ ഉപദേശങ്ങളാണ്. ശരിയല്ലാത്ത വഴിയിൽ കൂടെ പോകുന്നവനെ സത്യത്തിൻ്റെ സരണിയിലേക്ക് മാറ്റാൻ അതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ട് ബൈബിളിൽ. അതൊക്കെയല്ലേ പറഞ്ഞ് പഠിപ്പിക്കേണ്ടത്. അത് സംബന്ധമായിട്ട് എന്തെല്ലാം സിനിമകളുണ്ട്. ഞാൻ ബെൻഹർ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അത് ചുരുങ്ങിയതിന് 1500 വട്ടെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. അതൊക്കെയല്ലേ കാണിച്ചു കൊടുക്കേണ്ടത്. മനുഷ്യൻ്റെ മനസ്സിൽ വളരെയധികം സർഗാത്മകമായിട്ടുള്ള ചിന്തകളെ ഉദിപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഇത്തരം സിനിമകൾ അത് അടിസ്ഥാനമായിട്ട് മാറും. അത് നിദാനമായിട്ട് മാറും. അതല്ലേ കാണിച്ചു കൊടുക്കേണ്ടത്. ഇത് കുട്ടികളെ കാണിക്കാൻ പാടില്ലാത്ത സിനിമ കാണിക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് കാണിച്ചിട്ട് ഞങ്ങൾ ഇനിയും കാണിക്കുമെന്ന് പറഞ്ഞു നടക്കുന്നത് എത്ര വലിയ മൗഢ്യമാണെന്ന് ആലോചിച്ച് നോക്കുക. അത് ആവർത്തിക്കരുതെന്ന് ആജ്ഞാപിക്കാനുള്ള ശേഷി എനിക്കില്ല, പക്ഷേ ഉപദേശിക്കാൻ അതിനുള്ള ശേഷി ഒരു വൃദ്ധനായിട്ടുള്ള എനിക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഈ കാസ അതിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ആളുകളോട് പറയുകയാണ്, ഇത്തരം കാര്യങ്ങൾ പ്രദർശിപ്പിക്കുമ്പോൾ നിങ്ങൾ തന്നെയാണ് മുങ്ങിത്താഴുന്നത്. നിങ്ങളുടെ അന്തസ്സും നിങ്ങളുടെ ആഭിജാത്യവും നിങ്ങളുടെ തറവാടിത്വവും നിങ്ങളുടെ മാനവും നിങ്ങളുടെ പെരുമയും നിങ്ങളുടെ മഹിമയും അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ അത് തന്നെയാണ് നിങ്ങൾ അലക്ക് കല്ലിട്ട് അടിച്ച് തകർത്ത് കളയുന്നത്. അത് ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് നല്ലത്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. നിങ്ങൾക്ക് നല്ലത് വരട്ടെ. നമസ്കാരം.